ശരി ശരി. വി ഡി സതീശൻ ഒരു പക്ഷേ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് തോന്നിപ്പോയി. പിണറായി വിജയന്റെ മുഖഭാവം തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. പക്ഷെ നമുക്ക് ചിരിക്കുന്ന ഒരു മുഖം മാത്രം മതിയോ? അല്ല, അതിനപ്പുറത്തേക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യനും കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. വി ഡി സതീശന്റെ കുറച്ച് സംഗീത മനോഭാവം ഒന്ന് തുറന്നു കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പറയാനുള്ളതൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. മുസ്ലിങ്ങളായ നല്ലവരായ മനുഷ്യന്മാര് ദയവ് ചെയ്ത് ഇത് കാണുക തന്നെ ചെയ്യണം. നമ്മൾ നമ്മളുടെ ആദർശത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ ചേർത്ത് വെക്കാം, പകരം നമ്മളൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നത് ശരിയായ ഒരു നിലപാടല്ല. കൃത്യമായിട്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നല്ലവരായ മനുഷ്യന്മാരെ, നല്ലവരായ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. കാരണം നമ്മുടെ തലയിൽ ആണിയടിക്കാൻ വന്ന ചില ആളുകളെ അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. 2 ദിവസമായിട്ട് ചെയ്യുന്ന ചർച്ചകളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മുസ്ലിം വെറുപ്പ് മാത്രം പറഞ്ഞു നടന്നിരുന്ന മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്. റോയി മാത്യു എന്നാണ് ആളുടെ പേര്. അയാളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ? വേണമെങ്കിൽ അദ്ദേഹം 2020 ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാൻ കേട്ട. ഇത് ആരുടെ തലയിൽ ആണിയടിച്ചതാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കുപ്രസിദ്ധമായ ലവ് ജിഹാദ് നിയമം. ഈ നിയമം UP നടപ്പിലാക്കിയ സമയത്ത് ആളിട്ട പോസ്റ്റാണ്. കേരള കൗമുദിയുടെ ഒരു ലിങ്കും ആള് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇവിടെ എത്രയും വേഗം കൊണ്ടുവരാൻ ഇമ്മാതിരി പണികൾ സഹായിക്കുമാറാകട്ടെ. അറുകൊല മാടന് പരവതാനി വിരിക്കുന്ന ആത്മാർത്ഥമായ പണികൾ നമുക്ക് നിർബാധം തുടരാം. എന്നാലല്ലേ ഹൂറിയോടൊപ്പം പറുദിസയിൽ ശിഷ്ടകാലം പാർക്കാനാവൂ. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. കേരള കൗമുദി പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പ് ആള് ഷെയർ ചെയ്തതാണ്. ഇയാളാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. ഹോം മീഡിയാസിനൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളാണ് കേട്ടോ. എത്ര വിദ്വേഷപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെയാണ് പിടിച്ചിട്ട് സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, മുസ്ലിം വിരുദ്ധത തലയിലേറ്റി നടക്കുന്ന BJP പ്രവർത്തകരുടെ അടുത്തേക്ക് വി ഡി സതീശൻ പലപ്പോഴും പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനു പോകുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആള് ചിരിക്കുക. ഈ ചിരിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്നും അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെക്കേണ്ട ഒരാളെയും കൂടി ആവശ്യമുണ്ട് അല്ലെ? ആ ഒരു സമയത്താണ് വി ഡി സതീശൻ ഇമ്മാതിരി ഊളത്തരൊക്കെ കാണിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ നാളും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയാത്തത്, കൂടെ നിൽക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് എന്നെ കാർക്കിച്ചു തുപ്പുന്ന ചില അടിമകളായിട്ടുള്ള ചില ആളുകൾ ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ കണ്ണിന് കുരുവാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ എന്റെ നിലപാട് കൃത്യമായിട്ടുള്ളതാണ്. അത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് എന്നുള്ളതാണ്. തീർന്നിട്ടില്ല കേട്ടോ. 2017 റോയ് മാത്യു രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടും കേരള കോൺഗ്രസിനെ കുറിച്ചിട്ടും സോണിയാഗാന്ധിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേൾക്കണ്ടേ? ഇമാതിരി ഊളത്തരം പറയുന്ന ഒരാളെയൊക്കെ എങ്ങനെയാണ് പ്രസ് സെക്രട്ടറിയൊക്കെ ആയിട്ട് വെക്കാൻ കഴിയുന്നത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. കാണാം. കളങ്കിതരെ ഇതിലെ രമേശ് ചെന്നിത്തല നയിക്കുന്ന UDFന്റെ പടയൊരുക്കം ജാഥയിൽ കളങ്കിതരുടെ സാന്നിധ്യം ഒഴിവാക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ. വളരെ നല്ല കാര്യം, കർത്താവിന് സ്തോത്രം. വിജിലൻസ് കേസിൽ പ്രതികളായ 2-3 മാന്യന്മാർ താങ്കളോടൊപ്പം സ്ഥിരം ജാഥ അംഗങ്ങളായി ഉണ്ടല്ലോ. ആ പുണ്യപുരുഷന്മാരെ ഒന്ന് ചെവിക്ക് പിടിച്ച് പുറത്താക്കി കാണിച്ചാൽ നന്നായിരുന്നു സതീശൻ മുതലാളി. തള്ളുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? അതും പോരാഞ്ഞ് ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹൊറാൾഡിന്റെ കഴുക്കോലും ഉത്തരവും ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ അടിച്ചുമാറ്റിയ കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്നത് കളങ്കിതരല്ലേ? നിങ്ങൾ പറയുന്ന ന്യായമനുസരിച്ച് അങ്ങേരെ എങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കും? ദേശീയ പ്രസിഡന്റായ സോണിയാഗാന്ധിയും ഹൊറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുമല്ലേ സതീശ? VKNന്റെ ഭാഷയിൽ പറഞ്ഞ സർച്ചാർത്ത് അടികിട്ടിയതായി നടിച്ചില്ല എന്ന് പറയാം. ഉമ്മൻചാണ്ടിക്കിട്ട് നൈസായി ഒരു പണി കൊടുക്കാനാണ് സതീശൻ ചേട്ടൻ ചെന്നിത്തലാജിയുടെ ഇംഗിത പ്രകാരം ഈ കളങ്കിത കാണ്ഡം വായിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ കളങ്കിതർക്കും മനസ്സിലാകും. ഇത്തിപ്പോരം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നമ്മുടെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ളതാണ്. AOCയും ഈ പാർട്ടി സ്ഥാപിച്ച അന്ന് തന്നെ അഴിമതി, തട്ടിപ്പ്, വെട്ടിപ്പ് ഇതൊക്കെ നമ്മുടെ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രിയ സതീശ, നിങ്ങളായിട്ട് ഇനി ചതി, വഞ്ചന കാണിക്കരുത്. അതുകൊണ്ട് കളങ്കിതർ, അഴിമതി തുടങ്ങിയ സുവിശേഷങ്ങൾ നാട്ടുകാരുടെ മുന്നിലെടുത്ത് വിളമ്പാതിരിക്കുക. 2017 നവംബർ 1 രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വരെ നാഷണൽ ഹൊറാൾഡ് കേസിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് അധിക്ഷേപിച്ച വ്യക്തി മാധ്യമ ഉപദേഷ്ടാവും. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയെ പോലും ഇമ്മാതിരി ഊളത്തരം പറഞ്ഞ ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുക? UDFകാരോടാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗിലുള്ള സമുദായിക നേതാക്കന്മാർ ഇത് കാണുക തന്നെ വേണം. ഇത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. അതിലൊരു തിരുത്ത് കൊണ്ടുവരിക തന്നെ വേണം.
വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപ് എവിടെയാണ് പോയത് എന്ന് ഇവിടെ ചർച്ചയായതാ. ആ ഒരു സമയത്ത് അടിമപ്പണി എടുക്കുന്ന കുറച്ച് നേതാക്കന്മാര് അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചു. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാനും കൊടി പിടിച്ച് കുറെ നടന്നതാ. നിങ്ങൾ വെള്ളപൂശാൻ നടക്കരുത്. പകരം സത്യസന്ധമായിട്ട് വിളിച്ചു പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. ജനാധിപത്യ രാജ്യമാണ്. ആ ഒരു ജനാധിപത്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ്. ഒരാൾക്കും അടിമപ്പെടരുത്. ഒരു മനുഷ്യന് നിങ്ങൾ അടിയറവ് പറയരുത് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യമോ, പിണറായി വിജയന്റെ ആ ഗൗരവമോ, പിണറായി വിജയന്റെ നാക്കോ, പിണറായി വിജയന്റെ കാട്ടിക്കൂട്ടലുകളോ ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ ആ ഭരണകൂടം താഴെ ഇറങ്ങിയത്. അമിതമായിട്ട് ആരാധന മൂത്താൽ ഏത് മനുഷ്യനും എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അത് പിണറായി വിജയന് സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ട്രൗസറിന് നിറം കാവ്യാണോ എന്ന് സംശയമുണ്ട്. വേണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വന്ന് പറയുന്ന ചർച്ച ഒന്ന് കേട്ടോക്കെ. പക്ഷേ എനിക്ക് കൗതുകം ഉണ്ടാക്കുന്ന കാര്യമല്ല, ഈ ഇന്നലെ നടന്ന നിയമനങ്ങളിൽ വേറെ നിയമനം ഉണ്ടായിട്ടുണ്ട്. മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യു എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്ത് വരുന്നുണ്ട്. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സാമാന്യമായിട്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ. വി.ഡി. സതീശനെതിരെ പോലും അത് എഴുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലും വളരെ മോശമായ രീതിയിൽ പബ്ലിക് കമന്റുകൾ ഇട്ടുള്ള ഒരാളാണ്. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് നിരോധന നിയമത്തിന് സമാനമായൊരു നിയമം ഇവിടെയും വേണ്ടിവരും എന്ന് എഴുതിയ ആളാണ്. അത് എഴുതിയ പശ്ചാത്തലമാണ് അതിനേക്കാൾ കൗതുകരം. ഈ കേരളത്തിൽ ഈ ലവ് ജിഹാദ് ആട്ടക്കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള, വിദ്വേഷ കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള കൗമുദി പത്രത്തിലെ ഒരു വാർത്താ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടാണ് അതിന്റെ മേലാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്. ഈ ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് പോലെയുള്ള ഒരു നിയമം ഇവിടെ, ലവ് ജിഹാദ് തടയൽ നിയമം പോലെ ഒരു നിയമം ഇവിടെ വേണ്ടിവരും. അങ്ങേറ്റം എന്താണ് റേഷ്യൽ സ്ലർ എന്ന് പറയാവുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ പരാമർശം എന്നുള്ളതിലേക്ക് സാധാരണ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഹൂറിമാരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. ഈ സ്വഭാവത്തിലൊക്കെ അങ്ങേറ്റം വൃത്തികെട്ട കമന്റുകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഹേറ്റ് ഇദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ച് കാലം എഡിറ്ററായിട്ട് ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അതിന്റെ പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ട്. ഇദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ബോധമുണ്ട് ആളുകൾക്ക്. പക്ഷേ വി.ഡി. സതീശൻ എവിടെ കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളെയും ഇത്തരം പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ വി.ഡി. സതീശന്റെ അടിമയാവാതിരിക്കുക. പൂക്കി ചിരിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ചിരിക്കപ്പുറത്ത് കൊലച്ചിരി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നുള്ളതാണ്. അന്ധമായ അടിമയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തെറി വിളിക്കാനൊക്കെ തോന്നിയേക്കാം. നിങ്ങൾ തെറി വിളിച്ചോളൂ. പക്ഷേ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം അപകടത്തിലാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളും ക്രൈസ്തവരെ നേരെയുള്ള അതിക്രമങ്ങളും നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം കൂടിയാണ് അത് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പരാമർശിച്ചു പോകുന്ന വിഷയവും അത് തന്നെയാണ് എന്നുള്ളതാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും ബി.ജെ.പി ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയുടെ നേതാവായിട്ടുള്ള ഇന്ന് എം.എൽ.എ ആയി മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രശേഖരൻ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന വി.ഡി. സതീശൻ. അയാൾക്കൊരു മൃദുത്വ സമീപനമുണ്ട്. ആ മൃദുത്വ സമീപനം പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. ബി.ജെ.പിയോട് ഒരിക്കലും ഒരു തരത്തിലുള്ള ഒരു കൂറും ഒരു സപ്പോർട്ടും ആള് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണം അത് തിരിച്ചു ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങനെ സംസാരിച്ചു എന്ന് കരുതിക്കൊണ്ട് പിണറായി വിജയനെ ഒരിക്കലും നിങ്ങൾ കാവി ട്രൗസർ ഇട്ട ആളാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പകരം വി.ഡി. സതീശനെ കാവി ട്രൗസർ ആക്കി പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. സംശയമുണ്ടെങ്കിൽ തെളിവ് സഹിതം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ആള്, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ചർച്ചയ്ക്ക് മുകളിലേക്ക് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മീഡിയ വണ്ണും പുറത്തു വിട്ടു. അതായത് രത്തൻ കേൽക്കർ എന്ന് പറയുന്ന വ്യക്തി 10 വർഷത്തോളം പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ അനുയായിയായിട്ട് നിന്ന ആളാണ് എന്നുള്ളതാണ്. അതും ഇതും കൂട്ടി വെക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വാർത്തയുടെ കുറച്ച് ശകലങ്ങൾ കാണാം. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിയായി നിയമിച്ച് ഉത്തരവിറങ്ങി. നിയമനത്തിനെതിരെ CPIM ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്തിനാണ് അങ്ങനെ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതല്ലേ. തെളിവ് സഹിതം നമുക്ക് നോക്കിയാലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. എന്താണെന്നല്ലേ, കേട്ടു നോക്കും. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ബി.ജെ.പി മമതയിൽ നിന്നും അധികാരം അസാധാരണമായി പിടിച്ചെടുത്ത സുവേന്ദു അധികാരി. എന്നാൽ ഇതാണ് കഥ. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പാനന്തരം ബി.ജെ.പി അപ്രതീക്ഷിത വിജയം നേടി അധികാരത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് ഒരു സെക്രട്ടറി കിട്ടി. വെറും സെക്രട്ടറിയല്ല, ചീഫ് സെക്രട്ടറി തന്നെ കിട്ടി. ആരാത്? ആ ആളാണ് ഇത്. അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു എന്ന് ആരോപിക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ 2026 മെയ് 11 സുവേന്ദു അധികാരി ഭരിക്കുന്ന പശ്ചിമബംഗാളിന്റെ ചീഫ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. അതിനെന്താ, ശരിയാണല്ലോ, അവിടെ മൊത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിയായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒന്നാകെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നിങ്ങൾ അത് ആലോചിച്ചില്ലേ? എന്നാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ കഴിയും മുമ്പേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കിട്ടിയ സെക്രട്ടറിയോ വെറും സെക്രട്ടറിയല്ല, മൂത്ത സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പ്രധാന സെക്രട്ടറി. ആ സെക്രട്ടറിയാണ് നമ്മൾ ആദ്യം കണ്ടത്, രത്തൻ കേൽക്കർ. ഈ രത്തൻ കേൽക്കറും ആരാണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. 102 സീറ്റ് നേടി UDF-ഉം 3 സീറ്റ് നേടി BJP-യും വമ്പൻ പ്രകടനം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 BJP അധികാരത്തിൽ കേരളത്തിലെത്തും, മിനിമം മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആകും എന്ന വ്യാഖ്യാനങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ആൾ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസ് നിയന്ത്രിക്കുന്ന സെക്രട്ടറി. BJP ഓഫീസിലെ സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്ററിൽ വന്നു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന അതേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന അത്ഭുതം നിങ്ങളുടെ ഉള്ളിൽ വന്നില്ലേ? തീർച്ചയായിട്ടും
വന്നു, വരാതിരിക്കില്ലല്ലോ. ഇനി എന്തിനാണ് രത്തൻ കേൽക്കറിനെ ഇങ്ങനെ ആളുകൾ ക്രൂശിക്കുന്നത് അറിയില്ലേ? ഇവിടെ ഒട്ടകം ഗോപാലിനെ പോലെയുള്ള പല ആളുകളും വർഗീയത പറഞ്ഞു, അവരൊക്കെ മത്സരിക്കാനും നിന്ന ആളുകളാണ്. അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും ഇണങ്ങാത്ത മനുഷ്യനാ. അതുപോലെ തന്നെ വോട്ടർമാർക്ക് പണം നൽകിയ ശോഭാ സുരേന്ദ്രന്റെ നേരേക്കും ഒരു ചെറു വിരൽ പോലും അനക്കാത്ത വ്യക്തിയാണ്. ഇതിനേക്കാൾ മുകളിൽ മറ്റൊരു കാര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ കത്തിൽ RSSന്റെ സീലടിച്ച ആ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? BJPയുടെ ഓഫീസിൽ നിന്നാണോ ഇതൊക്കെ വരുന്നത് എന്ന് ചോദിച്ചപ്പോ കണ്ണുമടച്ച് ഇറുക്കി പിടിച്ച് ആ പോസ്റ്റ് ഷെയർ ചെയ്ത ആളുകൾക്കെതിരെ നടപടി എടുപ്പിച്ച വ്യക്തിയാണ് രത്തൻ കേൽക്കർ. തീർന്നില്ല. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ കൂടി ചേർത്ത് വെക്കുമ്പോ VD സതീശൻ എവിടെ നിൽക്കുന്നു? രാഹുൽ ഗാന്ധിയുടെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോക്കെ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. കാരണം അതാണ് ഇന്ത്യ. ഇനി കേരളവും അങ്ങനെയൊക്കെ ആകും എന്ന് അഭ്യുദയകാംക്ഷികൾ പറയുകയും ചിലർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയൊന്നും പറയാൻ നമ്മളില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. അത് ബംഗാളിലെ നിയമനം കഴിഞ്ഞ് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറിയായി വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീവ്സ് മാർക്കറ്റ്, അതായത് കള്ളന്മാരുടെ മാർക്കറ്റ്, മോഷണം കൂടുന്തോറും പ്രതിഫലം വർദ്ധിക്കും എന്നാണ്. അതായത് മോഷ്ടിച്ച ആൾക്ക് പ്രതിഫലം കൊടുത്തു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞത്. ബംഗാൾ ചീഫ് സെക്രട്ടറിയുടെ നിയമനത്തെക്കുറിച്ച് വന്ന വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റാണ് കാണുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി കൃത്രിമത്വം കാണിച്ചതിന് നൽകിയ പ്രതിഫലമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചീഫ് സെക്രട്ടറിയായുള്ള നിയമനം എന്ന്. അവിടെ നേരിട്ടൊരു നിയമനമാണ് നടന്നത്. അപ്പോൾ കേരളത്തിലോ എന്നാണ് ഈ നിയമനത്തിലെ അസാധാരണത്വം കണ്ടപ്പോൾ ഉയരാൻ ഇടയുള്ള ചോദ്യം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ കേരളം കടന്നുപോയി ഒരു NDA നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അദാനി ടീമിന്റെ ബന്ധം ആരോപിക്കപ്പെട്ടു. ഫ്ലൈറ്റ് യാത്രയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് BJPക്ക് ലഭിച്ചുകൊണ്ട് 102 സീറ്റ് നേടി ഭരണത്തിലെത്തുന്നു UDF. MLA-മാരുടെ പിന്തുണയും രാഹുലിന്റെ പിന്തുണയും പോലും നിഷ്പ്രഭമാക്കപ്പെട്ട് ജനകീയ ആവശ്യം എന്ന അർത്ഥത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാക്കപ്പെടുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ഫുൾ പാടുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കർ എത്തുന്നു. രാഹുൽ ഗാന്ധി ബംഗാളിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് തെരഞ്ഞെടുപ്പ് തന്നെ മോഷ്ടിച്ചു എന്നാണ്. ഇവിടെ ആരൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ നമ്മളല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ രാഹുലിനെയും തോൽപ്പിച്ച് മുഖ്യമന്ത്രിയായ VD സതീശനും പ്രിൻസിപ്പൽ സെക്രട്ടറിയായ മുൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ആർക്ക് വേണ്ടി, എന്തിന്, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇതൊന്നും എന്റെ ചോദ്യമല്ല, രാഹുലിന്റെ ചോദ്യത്തിന്റെ തുടർച്ച മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി. രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന്റെ തുടർച്ച മാത്രമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എന്റെ ചാനൽ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാവും ഞാൻ എന്നും സത്യത്തിന്റെ കൂടെ നിലനിന്നിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ CPIM-നെ വിമർശിച്ചിട്ടുണ്ട്, BJP വിമർശിച്ചിട്ടുണ്ട്, UDF വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിമർശനാത്മകമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സംസാരിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും സംസാരിക്കണം. എന്ത് തെറ്റ് കണ്ടാലും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് എന്നുള്ളതാണ്. VD സതീശൻ കാവിക്കുപ്പായം അണിഞ്ഞ ഒരു വ്യക്തിയാണോ എന്നൊരു സംശയം പണ്ടേ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് തെളിവുകൾ വേണമല്ലോ, അല്ലെ? തെളിവുകൾ ഒരുപാടുണ്ട്. ഒരു ചെറിയ തെളിവ് കാണിക്കാം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐറ്റം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? അതിന് വേറൊരു VD സതീശനായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല 2013 ഇതേ തൃശൂരിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ VD സതീശനല്ലേ? ആരാ ഗോൾവാക്കർ? അതാണ് ഞാൻ പറഞ്ഞത്, അടിമയാവരുത് നിങ്ങൾ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്ക് എതിരായിട്ടാണ്, പിണറായി വിജയനെതിരായിട്ടാണ്. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തി BJPയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്നതല്ലേ? ന്യൂനപക്ഷങ്ങൾ ഇന്നും അടിച്ചമർത്തപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മളിലേക്ക് ചേർക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ച വ്യക്തിയൊക്കെ സ്വന്തം കൂടെ ചേർക്കുന്നു. അപകടമാണ്. ആ മൃദുത്വ BJP അനുഭാവം ഉണ്ടല്ലോ, അത് വലിയ അപകടമാണെന്നുള്ളതാണ്. തിരിക്കാൻ അറിയില്ലെങ്കിൽ പിണറായി വിജയന് നട്ടലുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇദ്ദേഹം ഇടക്കിടക്ക് വാക്കുകൾ മാറ്റി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അടിമയാവാതിരിക്കൂ മക്കളെ, അടിമയാവാതിരിക്കൂ. കാര്യമായിട്ട് പറയുകയാണ്. നമ്മുടെ നാട് നശിപ്പിക്കുന്ന ഒരു മനുഷ്യനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ചേർത്ത് വെക്കരുത്. ഇവിടെ VD സതീശന് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പുനഃപരിശോധിക്കണമെന്ന് കീഴ്ത്തട്ട് മുതൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. നമുക്കെതിരെ സംസാരിച്ച ഇത്തരം വ്യക്തികളെ മാറ്റി നിർത്തണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പൊ കുറെ ആളുകൾ പിണറായി വിജയനോടുള്ള ആ ഒരു ദേഷ്യം കാരണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തിയോടുള്ള ഒരു ദേഷ്യം കാരണം ഇവിടെ VD സതീശൻ ചെയ്യുന്നത് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെയ്യരുത്. എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പോകണമെങ്കിൽ നല്ല ഭരണം വേണം. ആ ഭരണത്തിലേക്ക് ചാണകത്തിനെ കൂട്ടിക്കുഴച്ച കഴിഞ്ഞ കഥ. അതുകൊണ്ട് പറയുകയാണ്, ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എന്നെ തെറി വിളിക്കാൻ വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗിലുള്ള ആളുകളാണെങ്കിലും UDFിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞ് എന്റെ വീഡിയോ തെരഞ്ഞു വന്ന് കാണും. അത്ര എനിക്ക് പറയുന്നുള്ളൂ. അപകടം മണക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അത് ചോദിക്കുക, ചൂണ്ടിക്കാണിക്കുക. കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് അടിത്തട്ടിലുള്ള ആളുകൾക്ക് പോലും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് പരിഗണിക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മുസ്ലിങ്ങൾക്കെതിരെ ഇമാതിരി ഉളത്തരം പറഞ്ഞ ഒരു വ്യക്തിയെ പ്രസ് സെക്രട്ടറി ആയി വെക്കേണ്ടതായിട്ടുണ്ടോ?
അതുപോലെ തന്നെ RSSന്റെ സീലിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? രത്തൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ടോ? പരിശോധിക്കുക. പിണറായി വിജയന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ നിങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? BJP നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? ഒന്നും ഉണ്ടാവില്ല. ഈ രാജ്യം അപകടത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും കണ്ണും വായും മൂടിക്കെട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് തുറന്നു പറയുക തന്നെ ചെയ്യും. തല പോയാലും അത് പറയുക തന്നെ ചെയ്യും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.